അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക, അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബൂഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ഖാദിർ അല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ശിർക്കാണോ? ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു കല്ലിനോട് 10 രൂപ കടം ചോദിച്ചാൽ അത് ശിർക്കാണോ? അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ, നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഉപ്പയോടൊരു മകൻ ചോദിക്കുകയാണ്, ഉപ്പ വീടിൻ്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത്? അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് ശിർക്കല്ല. അപ്പോൾ ഖാദിർ അല്ല എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം ശിർക്കാവുക. അതല്ല ഞങ്ങൾക്കുണ്ടായ വിഷമം. അതിനുശേഷം ഇവിടെ എടത്തനാട്ടുകരയിൽ മുഖാമുഖത്തിന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് സംഘടിപ്പിച്ചപ്പോ അവിടെ ഒരു വിഷയം, അവിടെ കൊടുത്ത വിഷയം എന്തൊക്കെയാ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഒന്നതായിരുന്നു. 2 സ്ത്രീ പള്ളി പ്രവേശം രണ്ടാമത്തെ വിഷയം അതായിരുന്നു. ഖുത്ബയുടെ ഭാഷ. ഇങ്ങനെ വിഷയം കൊടുത്തപ്പോ ഈ തൗഹീദിന്റെ ധ്വജവാഹകനും ഇന്നൂറിസത്തിന്റെ നായകനും മാത്രല്ല എന്താ പറയുന്നത്? അതേ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വിഷയം വേണ്ട. അവിടെ ഞങ്ങൾ ഇടപെട്ടത്, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയത്. എന്താ നിങ്ങൾ പറഞ്ഞത്? തൗഹീദ് മാറ്റണം മുഖാമുഖത്തിൽ നിന്ന്. എന്തേ കൂടിയിരിക്കുന്നു പേടിച്ചിട്ടാ? മൂപ്പര് പറയാ, അത് നന്ദിയിലെ പോലെ കൂടിയിരിക്കാൻ കഴിയില്ലെങ്കിൽ ആ വിഷയം മാറ്റിയേക്കുന്നത്. ഏത് വിഷയം? തൗഹീദിന്റെ വിഷയം. പകരം എന്ത് ചർച്ചയാണെന്ന് നിങ്ങൾ പറഞ്ഞത്? നബിദിനവും മരണാനന്തര ചടങ്ങും മുഖാമുഖത്തിന്റെ വിഷയമാണ്. എന്താണ്? നബിദിനവും മരണാനന്തര ചടങ്ങും, 3-ാം വാക്യ മുഖാമുഖം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത്. വേണ്ട. എന്തേ കാരണം? ജിന്ന് വരും. നിങ്ങൾക്കറിയാം, ജിന്ന് വരുമെന്ന് നിങ്ങൾ പേടിച്ചു. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ്? ഒരു വാറോലയായ ഹദീസ് എന്നാണ്. ഒരു വാറോലയായ ഹദീസ്. ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ്. ഹദീസ് വഈഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്മ ഹദീസിന് പറയരുത്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് വാറോലയല്ല. വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹദീസ് അല്ല ഇത്. മറിച്ച് ഹദീസ് വഈഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. ഹദീസിനെ സഹീഹായി കണ്ട ആളുകളുണ്ട്, അന്നും കണ്ടവരുണ്ട്, ഇന്നും ഈ ഹദീസിനെ സഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്.
അവരെ ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല. കാരണം എന്താണ്? കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടെ ഉള്ളത്. അവിടെയുള്ള നേതാക്കന്മാർക്കും അവിടെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വാറോല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഹദീസ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ്. ഹദീസ് വാറോലയല്ല, നമുക്ക് വേണമെങ്കിൽ ഹദീസ് ലഈഫാണെന്ന് പറയാം. വാറോല എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. KP, നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ച വലിയൊരു പണ്ഡിതനാണ് KP, വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായി ഈ ഹദീസിന്റെ ദുർബലത വിവരിക്കുമ്പോ അവിടെ കൃത്യമായി എഴുതി വെച്ചത് കാണാൻ കഴിയും. ഇത് വാറോലയാണ്, വാറോലയായ ഹദീസാണ്. ഇതിനെ വാറോല എന്ന് പറഞ്ഞുകൂടാന്നാ പറയുന്നത്. അതേപോലെ തന്നെ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം, ജിന്നുകൾ ഉപയോഗപ്പെടുത്തുന്നു സിഹർ അല്ലാത്ത മാർഗത്തിൽ. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഫീ ഗൈരി സിഹിരി, സിഹറിന്റെ വിഷയത്തിലല്ല. അതേപോലെ തന്നെ മിൻ ഗൈരി ഇബാദത്തില്ലഹും, അവർക്ക് ഇബാദത്തും ചെയ്യുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇബാദത്ത് ചെയ്യാത്ത സിഹറുമല്ലാത്ത രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് ജിന്നുകളെ ഉപയോഗപ്പെടുത്താൻ ഒരാളിലേക്ക് അയക്കാനോ മറ്റോ ഉപയോഗപ്പെടുത്താമോ? എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ഗായിബീന അബദൻ, ഗായിബുകളെ ഒരു നിലക്ക് ഉപയോഗപ്പെടുത്തരുത്. മറിച്ച് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഇന്നമാ തസ്തഖ്ദിമു ഇൻസാനൻ ഹാദിറൻ ഖാദിറ, നീ ഉപയോഗപ്പെടുത്തേണ്ടത് ഹാദിറായ ഖാദിറായ മനുഷ്യനെയാണ്. അവരോട് നീ ആവശ്യപ്പെട്. അമ്മൽ ഗായിബ് ലാ യജൂസു ഹാദാ ലിഅന്നഹു വസീലത്തുൽ ലിശ്ശിർക്ക്. അദ്ദേഹം പറയാണ്, എന്നാൽ ഗായിബുകളോട് പറ്റില്ല. കാരണം എന്താണ്? അത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. ഇവിടെ നേരത്തെ ഷിർക്കാണ് എന്ന് പറഞ്ഞ അതേ അദ്ദേഹം ഇവിടെ വസീലത്തു ഷിർക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ചോദ്യകർത്താവ് പ്രത്യേകം പറഞ്ഞു ഇബാദത്തുകളില്ലാത്ത രൂപത്തിലാണെങ്കിൽ അതിൻ്റെ ഹുക്കം എന്താണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഷിർക്കിലേക്കുള്ള വസീലയാകുന്നു, അത് പാടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. വീണ്ടും വിശദീകരിച്ചു പല ആയത്തുകളും കൊണ്ടുവന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു ഫലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിൻ വല്ലദീ യഖൂലു അന്നഹു യസ്തഈനു ബിൽ മുഅ്മിനീൻ നഖൂലു മൻ യുദ്രീക അന്നഹു മുഅ്മിനീൻ ഖദ് യദ്ദഈ അന്നഹു മുഅ്മിൻ വഹുവ മുശ്രികുൻ കാഫിർ. പലരും പറയുന്നത് ഞങ്ങൾ വിശ്വാസികളെ മുസ്ലിം ജിന്നുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹം ചോദിക്കാണ്, അവർ മുസ്ലിമാണ് എന്നതിന് നിന്റെ അടുക്കൽ എന്ത് തെളിവാണുള്ളത്? പണ്ഡിതന്മാരെല്ലാം ചോദിച്ച കാര്യമാണത്. നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ പോലും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നെയല്ലേ ഒരു ജിന്ന്, മറഞ്ഞു നിൽക്കുന്ന ഒരു ജിന്ന്, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ജിന്ന്, ആ ജിന്ന് മുസ്ലിമാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ അടുക്കൽ യാതൊരു നിർവാഹവുമില്ല. അവൻ മുശ്രിക്കോ കാഫിറോ ആയിരിക്കാം, അവൻ നുണ പറയുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ വൽ ഹാസിൽ അന്നഹു ലാ യജൂസുൽ ഇസ്തിആനതു ബിൽ ജിന്നി അബദൻ ബി അയ്യി വജ്ഹിൻ മിനൽ വുജൂഹ്. അതുകൊണ്ട് തന്നെ ഒരു അർത്ഥത്തിലും ജിന്നുകളോട് ഒരു കാരണവശാലും സഹായം തേടരുത്. ലിഅന്നഹു ഹാദാ യഫ്തഹു ബാബ ശർ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളിൽ ഷെറിൻ്റെ വാതിൽ തുറന്നു കൊടുക്കലാണ്. വയഫ്തഹു ബാബൽ ഇഖ്ലാലി ബിൽ അഖീദ, അഖീദയിൽ കുഴപ്പമുണ്ടാകാൻ അത് കാരണമായി തീരും. വസീല ലിഷിർക്ക്, അതേപോലെ തന്നെ അത് ഷിർക്കിലേക്കുള്ള ഒരു വസീലയുമായി തീരും. നോക്കൂ നിങ്ങൾ, അവിടെയെല്ലാം അത് ഷിർക്കിലേക്ക് നമ്മെ എത്തിക്കും. അതുകൊണ്ട് പാടില്ല, അത് ഷെറിൻ്റെ വാതിലാണ്. അതുകൊണ്ട് ഇബാദത്തില്ല എന്ന് പറഞ്ഞാലും അതിലേക്ക് പോകരുത്, സിഹറിൻ്റെ വിഷയത്തിലല്ല എന്ന് പറഞ്ഞാലും അതിലേക്ക് പോകരുത്. കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കി. വിസ്ഡം ഗ്രൂപ്പിൽ നിന്ന് പല ആൾക്കാരും എനിക്കെതിരെ സംസാരിക്കൂല, ശബ്ദം പുറത്തുവിടൂല, വേറെ ആൾക്കാരോട് സംസാരിപ്പിക്കുക. കാരണം അവർ ഇവിടെ 95% മുജാഹിദുകളും വന്നവർ ഷിർക്ക് ചെയ്തതാ. ഒരു വിസ്ഡം വന്നിവിടെ വിസ്ഡത്തിനോട് ഷിർക്കിന്റെ ചികിത്സ നടത്തിയിട്ടുണ്ടോ വെച്ചപ്പോ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓത്താൻ തുടങ്ങിയപ്പോ പിന്നെ കംപ്ലീറ്റ് ഷിർക്കിന്റെ കേന്ദ്ര ഹാദറാണിത്, മനസ്സിലായില്ലേ? അപ്പൊ ചോദിച്ചപ്പോ എണ്ണി കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു. മോർ ദാൻ 50 കൂടുതൽ മന്ത്രവാദികളെടുത്ത് പോയിട്ട് ചികിത്സിച്ച ആള് വിസ്ഡം എന്ന് പറഞ്ഞ് നടക്കുക. കുറ്റിപ്പുറം ത്തുള്ള ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവമുണ്ട്. ഈ വിസ്ഡംകാരൻ കൊണ്ടേ കൊടുത്തുക. എന്നിട്ട് വിസ്ഡംകാരത്തിന് എന്നെ കള്ളും കുപ്പി കൈ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരനെ ആരോ കൂട്ടി. എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴിനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത്. അതാണ് വിസ്ഡത്തിന്റെ പാരമ്പര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, മുജാഹിദിന്റെ പാരമ്പര്യം. നേരത്തെ ഇവിടെ ഉമർ സാഹിബ് സൂചിപ്പിച്ചല്ലോ, വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അനസ് മൗലവി പറഞ്ഞില്ലേ നേരത്തെ ഹസീനയെ ചികിത്സിച്ചത്? ഒരു പെൺകുട്ടിയെ
അതും മാസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ. ഒരു പത്തിരിയും ഒരു ഗ്ലാസ് വെള്ളമാണ് ആ കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം. ഇത് കൊടുത്ത് ശാരീരികമായി തളർന്ന ആ കുട്ടിയെ കമിഴ്ത്തിക്കിടത്തി കൈ രണ്ടും പുറകോട്ടേക്ക് വലിക്കുക, എന്നിട്ട് നട്ടലിൽ മുട്ടുകൊണ്ട് വിരലമർത്തി പിടിക്കുക. വിരൽ അമർത്തിപ്പിടിച്ചിട്ട് ഈ പെൺകുട്ടിയോട് ശ്വാസം കഴിക്കാൻ പറയണം ഉറക്കെ. എന്തിന്? ജിന്നുള്ളത് മൂക്കിലാണത്രേ, മൂക്കിന്ന് ജിന്ന് പുറത്തു വരണമെന്നാണ്. അത് ഇവരെ മാത്രം വിശ്വാസമല്ല, നമ്മളെ ചെറുവാടിക്കാരൻ ജിന്ന് ചികിത്സകൻ മന്ത്രവാദി എന്റെ മുമ്പിൽ നിന്ന് ചികിത്സിച്ചിട്ടുണ്ട്. യാദൃശികമായി പെരിന്തൽമണ്ണയിൽ ഒരു സംവാദ വ്യവസ്ഥയുമായി എത്തി രാത്രി അവിടെ താമസിക്കേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ സുബഹിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പോകുമ്പോ ഈ മന്ത്രവാദിയുടെ കൂടെ രണ്ടാളുണ്ട്, രണ്ട് ചെറുപ്പക്കാർ. റൂമിലെത്തി ഞാനൊരു ഫോണ് വന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു കയറുമ്പോ ഈ മന്ത്രവാദി അതിലൊരു ചെറുപ്പക്കാരനെ കസേരയിൽ ഇങ്ങനെ പുറകിലേക്ക് തല മലർത്തി കിടത്തി ഇരുത്തിയിരിക്കുകയാണ്. അയാളുടെ കയ്യിലൊരു പാത്രത്തിൽ വെള്ളമുണ്ട്. ഈ മന്ത്രവാദിയുടെ ദീനീ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും ഈ മന്ത്രവാദിയുടെ ഭൗതിക വിദ്യാഭ്യാസ യോഗ്യതയും അറിയുന്നവനാണ് ഞാൻ. ഇവൻ ഈ കയ്യിൽ പാത്രം എടുത്തിട്ട് അതിൽ കൈയിട്ട് വെള്ളം മുക്കി ഈ പയ്യന്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. പയ്യൻ തല കുടഞ്ഞു. എന്നോട് പറഞ്ഞു, കണ്ടില്ല കായക്കൊടി, തരിമൂക്കിനുള്ളിലാണ് ജിന്നുള്ളത്, അതാണിങ്ങനെ ആയത്തിൽ കുറിച്ച് ചോദ്യം വെള്ളം തട്ടുമ്പോ പടയണത്. ഞാൻ പറഞ്ഞു, പൊന്നാര ജമാലെ, ആരെ മൂക്കിലേക്ക് വെള്ളം തട്ടിയാലും അവര് തലകൊടയും. ഞങ്ങളെ നാട്ടിലൊക്കെ പറയാറുള്ള ഒരു സംഭവമുണ്ട്, ചില അറവുകാര് പോത്തിനോട് സമ്മതം ചോദിച്ചിട്ടേ അറക്കുള്ളൂ എന്നാണ്. പോത്തിനോട് എങ്ങനെ സമ്മതം ചോദിക്കല്? പോത്തിന് ഇങ്ങനെ അറക്കാൻ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കയ്യിൽ വെള്ളം എടുത്തിട്ട് പോത്തിന്റെ മൂക്കിലേക്ക് അടിക്കും. അപ്പോ ഏത് ഒരു സെൻസിറ്റീവ് ഏരിയ എന്നുള്ള നിലയിൽ പോത്ത് തലകൊടയും. അപ്പൊ സമ്മതിച്ചു നിന്നാണ്. ഇത് അത് സിറാജുദ്ദീൻ മൊയ്ലിയാരും കണക്കാണ്, ഹുസൈൻ സലഫിയും കണക്കാണ്, പാണ്ടിക്കാട്ടെ ഹിഫ്ള് റഹ്മാനും കണക്കാണ്, സക്കരിയയും കണക്കാണ്, സാജിദും കണക്കാണ്, ഹുസൈൻ സലഫിയും കണക്കാണ്, പി എന്നും കണക്കാണ്. എല്ലാവരും വിശ്വാസിതാണ്. ഇന്നിപ്പോ നമ്മൾ എവിടെത്തി? ബിംബം പാല് കുടിച്ചു എന്ന് കേട്ടപ്പോൾ അവിടേക്ക് ഓടിയത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ബുദ്ധിജീവികളും ചിന്തകന്മാരുമായിരുന്നു. ബിംബം പാല് കുടിച്ചു എന്ന് കേട്ടപ്പോ ഒന്നായിട്ട് പാഞ്ഞങ്ങട്ട്. ആരൊക്കെയാ? വലിയ 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 ആൾക്കാർ. അന്ന് അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തും കൊണ്ട് അവർ കാണിക്കുന്ന അജ്ഞതയെ സംബന്ധിച്ച് തെരുവുകളിലും പട്ടണങ്ങളിലും പ്രസംഗിച്ച് മനുഷ്യ മനസ്സുകളെ തട്ടി ഉണർത്തിയത് നമ്മളാ. ബിംബം പാലുടിക്കുകയാണ്. പലരും ചിന്തിച്ചു. അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് ഈ സംഗതി ഉണ്ടാവില്ല. ഇന്നിപ്പോ നമ്മൾ എവിടുക്കാ എത്തുന്നത്? ബിംബം സംസാരിക്കും എന്നുള്ള ധ്വനി നമ്മളിൽ നിന്ന് വരാൻ തുടങ്ങുക. പിന്നെ എന്തിനാ നമ്മൾ ബിംബം പാലുടിച്ചു പറഞ്ഞപ്പോ അതിന്റെ പിന്നാലെ എത്ര കൊടിയെടുത്ത് പാഞ്ഞത്? വലിയ സംഭവമൊന്നുമില്ലല്ലോ പാലുടിച്ചു പറഞ്ഞാല്. വർത്താനം പറയുന്ന പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ അപകടമല്ലേ? അപ്പൊ എന്തൊന്നിനെ നമ്മൾ എതിർത്തുവോ ആ എതിർത്തതിന്റെ വക്താക്കളായി നമ്മൾ അറിയാതെ നമ്മൾ മാറുന്നു. അതാണ് ഇബ്ലീസിന്റെ പരിപാടി എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനല്ല എന്ന് പറഞ്ഞാലോ നമ്മെ സംബന്ധിച്ച് എന്താ പറയില്ല, ഹദീസ് നിഷേധികൾ. സുബ്ഹാനല്ലാഹ്, അത് പറ്റൂല. ഹദീസ് നിഷേധികൾ ഹദീസ് പഠിച്ച് 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 ചർവിതം ചെയ്തിട്ട് അവസാന അബദ്ധത്തിലെത്തുക. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.